സുഹൃത്തുക്കളെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ഉറപ്പായും ഈ വിശകലനം നിങ്ങൾക്കുള്ളതാണ്. ഇത് നിങ്ങളുടെ ആശയവിനിമയ രീതി തന്നെ അടിമുടി മാറ്റാൻ സഹായിക്കും. പിന്നെ ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലേ? നിങ്ങൾ നല്ലൊരു പോയിന്റ് പറയുന്നു, പക്ഷെ ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല. കുറച്ചു കഴിഞ്ഞ് വേറൊരാൾ അതേ കാര്യം പറയുമ്പോഴോ എല്ലാവരും കൈയടിക്കും. ഓ, എന്തൊരു ഐഡിയ എന്നൊക്കെ പറയും. ഇത് ശരിക്കും നമ്മളെ തളർത്തിക്കളയും. അപ്പോ ശരിക്കും എന്താണിവിടെ സംഭവിക്കുന്നത്? നമ്മുടെ തലയ്ക്കകത്ത് നല്ല കിടിലൻ ഐഡിയകളുണ്ട്, പക്ഷേ പുറത്തേക്ക് വരുമ്പോൾ അതങ്ങോട്ട് ഏൽക്കുന്നില്ല. എന്താണിതിന്റെ കാരണം? ഇതൊരു ജന്മസിദ്ധമായ കഴിവൊന്നുമല്ല കേട്ടോ. ശരിക്കും ആർക്കും പരിശീലിച്ചെടുക്കാവുന്ന ഒരു സ്കിൽ മാത്രമാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ വാക്കുകളെ ശക്തി ചോർത്തിക്കളയുന്ന ആ 3 പ്രധാന വില്ലന്മാർ ആരൊക്കെയാണെന്നാണ്. അതായത് തലയിൽ ആശയം ക്ലിയറാണ്, പക്ഷെ വായിന്നും വരുമ്പോൾ അത് ക്ലിക്കാവുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. ഒന്നാമത്തെ വില്ലൻ മെന്റൽ ക്ലറ്റർ. അതായത് നമ്മുടെ തലയ്ക്കകത്ത് ഒരേ സമയം 100 കൂട്ടം കാര്യങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് പറയാൻ വന്നതാണെന്ന് പോലും നമ്മൾ മറന്നുപോകും. രണ്ടാമത്തേത് ഘടനയില്ലായ്മ. നമ്മൾ കാര്യങ്ങൾ ഒരു ഓർഡറിലല്ല പറയുന്നത്. കുറച്ചവിടുന്ന് കുറച്ചിവിടുന്ന്. കേൾക്കുന്നവർക്കതൊരു കഥ പോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ മൂന്നാമത്തെയും ഏറ്റവും വലിയ വില്ലൻ ഭയമാണ്. ആളുകളുടെ മുന്നിൽ സംസാരിക്കാനുള്ള പേടി. അത് നമ്മുടെ തൊണ്ടയിൽ വന്ന് പിടിമുറുക്കുമ്പോൾ മനസ്സിലുള്ളതൊക്കെ അങ്ങ് ബ്ലാങ്കായി പോകും. ശരിയല്ലേ? അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കേട്ട് പേടിക്കേണ്ട. കാരണം എല്ലാത്തിനും പരിഹാരമുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനുള്ള പരിഹാരങ്ങളാണ്. വേഗത്തിൽ ചിന്തിക്കാനും നല്ല വ്യക്തമായി സംസാരിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു അടിപൊളി മെന്റൽ ടൂൾ കിറ്റ്. നമുക്കതൊന്ന് തുറന്നു നോക്കിയാലോ? നന്നായി സംസാരിക്കാന്ന് വെച്ചാൽ ഒരുപാട് വേഗത്തിൽ സംസാരിക്കുക എന്നല്ല അർത്ഥം. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇടയ്ക്കൊന്ന് നിർത്തുക, ആ നിശബ്ദത. അതിനാണ് പോസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആ ചെറിയൊരു ഗ്യാപ്പിൽ നമുക്ക് എന്ത് പറയണമെന്നാലോചിക്കാം. കേൾക്കുന്നവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാം. ഒരു ചെറിയ പോസിന് സംഭാഷണത്തെ മൊത്തത്തിൽ മാറ്റാൻ പറ്റും. ഇതിനൊരു സിമ്പിൾ ടെക്നിക്കുണ്ട്. പാരഫ്രൈസ് ചെയ്യുക. അതായത് ഒരാൾ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ ചാടിക്കേറി ഉത്തരം പറയുന്നതിനു പകരം ആ ചോദ്യം നിങ്ങളുടെ വാക്കുകളിൽ ഒന്ന് തിരിച്ചു പറയുക. ഉദാഹരണത്തിന്, ഓക്കെ, അപ്പോൾ ഈ പ്രൊജക്റ്റിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണല്ലേ നിങ്ങൾക്കറിയേണ്ടത് എന്ന് ചോദിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തു പറ്റും? നമുക്ക് ചിന്തിക്കാൻ കുറച്ച് എക്സ്ട്രാ സമയം കിട്ടും. സിമ്പിളല്ലേ, പക്ഷെ ഭയങ്കര എഫക്റ്റീവാണ്. നമ്മൾ സാധാരണ ആ എന്നൊക്കെ പറഞ്ഞ് സമയം കളയാറില്ലേ? അതിനു പകരം ഇതുപോലുള്ള ചില സ്മാർട്ട് വാക്കുകൾ ഉപയോഗിക്കാം. അതൊരു നല്ല ചോദ്യമാണല്ലോ. അല്ലെങ്കിൽ, ഒരു സെക്കൻഡ്, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇങ്ങനെ പറയുമ്പോൾ 2 ഗുണമുണ്ട്. 1, നമുക്ക് ചിന്തിക്കാൻ സമയം കിട്ടും. 2, കേൾക്കുന്നവർക്ക് തോന്നും നമ്മൾ എത്ര ആഴത്തിൽ ചിന്തിക്കുന്ന ആളാണെന്ന്. ഇനി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോവില്ലേ? എന്ത് പറയണമെന്ന് ഒരു പിടിയും കിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മളെ രക്ഷിക്കാൻ ചില ലൈഫ് ലൈനുകളുണ്ട്. അതാണ് ഈ ബ്രിഡ്ജിംഗ് ഫ്രേസസ്. ഒരു കയറ് പോലെയാണ്. അത് നമ്മളെ അടുത്ത പോയിന്റിലേക്ക് പതരാതെ എത്തിക്കും. ഇവിടെ ഒരു മാജിക് ഉണ്ട്. നിങ്ങൾ ബ്ലാങ്കായി നിൽക്കുമ്പോൾ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എന്നോ, ഞാൻ പറയാനുദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നോ പറഞ്ഞു തുടങ്ങുക. അപ്പോൾ കേൾക്കുന്നവരെന്ത് വിചാരിക്കും? നിങ്ങൾ വാക്കുകൾ കിട്ടാതെ തപ്പുകയാണെന്ന് അവർക്ക് തോന്നുകയില്ല. പകരം നിങ്ങൾ ആ പോയിന്റ് ഒന്നുകൂടി വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണെന്നേ അവർ കരുതൂ. അടിപൊളി ടെക്നിക്കല്ലേ? ഓക്കെ, അപ്പോൾ എന്ത് പറയണം എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. അടുത്ത പ്രധാനപ്പെട്ട കാര്യം അത് എങ്ങനെ പറയണം എന്നതാണ്. കാരണം നമ്മൾ പറയുന്നതിനേക്കാൾ പ്രധാനം പലപ്പോഴും അത് പറയുന്ന രീതിയാണ്. ഒന്നാലോചിച്ചു നോക്കൂ. വർഷങ്ങൾക്ക് ശേഷം ആളുകൾ നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കും ഓർത്തുവെക്കണമെന്നില്ല. പക്ഷേ നിങ്ങളത് പറഞ്ഞ രീതിയോ ആ സമയത്ത് അവർക്ക് എന്തു തോന്നി എന്നതോ അവരൊരിക്കലും മറക്കില്ല. അവിടെയാണ് നമ്മുടെ ശബ്ദത്തിൻ്റെ പവർ വരുന്നത്. നിങ്ങളുടെ വാക്കുകൾക്ക് ജീവൻ കൊടുക്കുന്നത് നിങ്ങളുടെ ശബ്ദമാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം 2 രീതിയിൽ പറയാം. ശ്രദ്ധിച്ചു കേൾക്കണം. ആദ്യം ഇങ്ങനെ: നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ടോൺ നിയന്ത്രിക്കുക എന്നതാണ്. ഇനി രണ്ടാമത്തെ രീതി: നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ടോൺ നിയന്ത്രിക്കുക എന്നതാണ്. കണ്ടോ? ആ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ഒരു ചെറിയ പോസ് കൊടുത്തപ്പോൾ ആ വാക്കിന് എത്രമാത്രം ഇമ്പാക്റ്റ് വന്നു. അതാണ് കാര്യം. അപ്പോൾ നിങ്ങളുടെ ശബ്ദത്തെ ഒരു സൂപ്പർ പവറാക്കാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1, വോക്കൽ ഇൻഫ്ലക്ഷൻ. അതായത് ഒരേ ടോണിൽ സംസാരിക്കാതെ ശബ്ദത്തിൽ കയറ്റവും ഇറക്കവും ഒക്കെ കൊണ്ടുവരിക. 2, വേഗത നിയന്ത്രിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ സ്പീഡ് കുറയ്ക്കുക. അത് കേൾക്കുന്നവരുടെ മനസ്സിൽ പതിയും.
3 പോലുള്ള ഫില്ലറുകൾ. അത് പൂർണ്ണമായി ഒഴിവാക്കി പകരം ഒരു ചെറിയ സൈലൻസ് ഉപയോഗിക്കുക. ഈ 3 കാര്യങ്ങൾ മതി, നിങ്ങളുടെ സംസാരത്തിന്റെ ലെവല് തന്നെ മാറും. ഇനിയൊരു സിമ്പിൾ ഹാക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് നല്ല ടെൻഷനുള്ളൊരു സാഹചര്യമാണെന്ന് വെക്കുക. ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. സാധാരണ സംസാരിക്കുന്നതിനേക്കാൾ ഒരു 10% സ്പീഡ് കുറച്ച് സംസാരിക്കുക. വെറും 10%. നിങ്ങളുടെ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ പോലും കേൾക്കുന്നവർക്ക് തോന്നും നിങ്ങൾ എന്തൊരു കൂളും കോൺഫിഡന്റുമായ ആളാണെന്ന്. ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് പറയണമെന്നും എങ്ങനെ പറയണമെന്നും പഠിച്ചു. ഇനി ഏറ്റവും അവസാനത്തെ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആളുകളുടെ മനസ്സിൽ എങ്ങനെ പതിപ്പിക്കാം. അതായത് കേട്ട് കഴിഞ്ഞാലും അവർക്ക് ഓർമ്മ നിൽക്കണം. അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇതിനൊരു പേരുണ്ട്, ലിംഗ്വിസ്റ്റിക് ഇംപ്രിന്റിംഗ്. പേര് കേട്ട് പേടിക്കണ്ട, സംഭവം സിമ്പിളാണ്. നമ്മുടെ തലച്ചോറിന് എളുപ്പത്തിൽ ഓർക്കാൻ പറ്റുന്ന ചില പാറ്റേണുകളുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ അത് അവരുടെ ഓർമ്മയിൽ അങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കും. അവരത് മറക്കാൻ ശ്രമിച്ചാൽ പോലും പറ്റില്ല. ഈ വാക്കുകൾ നോക്കൂ. ശക്തം, പ്രായോഗികം, തെളിയിക്കപ്പെട്ടത്. കേൾക്കാനൊരു സുഖമില്ലേ? ഒരു താളമുണ്ട്. ഇതിനാണ് റൂൾ ഓഫ് 3 അഥവാ 3ന്റെ നിയമം എന്ന് പറയുന്നത്. എന്ത് കാര്യവും 3 എണ്ണമായിട്ട് പറഞ്ഞാൽ ആളുകൾക്ക് ഓർക്കാൻ എളുപ്പമാണ്. സത്യം, ശിവം, സുന്ദരം എന്നൊക്കെ പറയുന്ന പോലെ. നമ്മുടെ ബ്രെയിൻ അത് ഭയങ്കര ഇഷ്ടമാണ്. മറ്റൊരു സൂപ്പർ ടെക്നിക്കാണ് കഥ പറയുക എന്നത്. ആളുകൾക്ക് വെറും ഡാറ്റയും ഫാക്ട്സും കേൾക്കുന്നതിനേക്കാൾ ഇഷ്ടം കഥ കേൾക്കാനാണ്. ഒരു നല്ല കഥയ്ക്ക് സിമ്പിളായൊരു ഘടനയുണ്ട്. ആദ്യം ഒരു പ്രശ്നം അവതരിപ്പിക്കുക. പിന്നെ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ആ ഒരു പോരാട്ടം. അവസാനം അതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഒരു പാഠം. ഈ ഫോർമാറ്റിൽ എന്തു പറഞ്ഞാലും ആളുകൾ ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ അവസാനം എല്ലാം വന്ന് നിൽക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ്. നിങ്ങൾ പറഞ്ഞ വാക്കുകളല്ല, ആ വാക്കുകൾ കേട്ടപ്പോൾ അവർക്ക് എന്തു തോന്നി, എന്തു ഫീൽ ചെയ്തു എന്നതാണ് പ്രധാനം. ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങളെയും നിങ്ങളുടെ ആശയങ്ങളെയും ഒരിക്കലും മറക്കില്ല. അതാണ് ഏറ്റവും വലിയ വിജയം. അപ്പോൾ നമ്മൾ ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ കാര്യം നിങ്ങളുടെ മനസ്സിലുറപ്പിക്കണം. നന്നായി സംസാരിക്കുക എന്നത് ചിലർക്ക് മാത്രം കിട്ടുന്നൊരു കഴിവൊന്നുമല്ല. അതൊരു സ്കില്ലാണ്. പ്രാക്ടീസിലൂടെ ആർക്കും, ഞാൻ വീണ്ടും പറയുന്നു, ആർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കിൽ. കാരണം നിങ്ങൾ സംസാരിക്കുന്ന രീതി മാറുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബഹുമാനം മാറും. നിങ്ങളുടെ ജോലിയിലെ അവസരങ്ങൾ മാറും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറും. നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ ലോകത്തെ തന്നെ മാറ്റി എഴുതാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ ലോകത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ആ വാക്കുകളെ നിങ്ങളെങ്ങനെയാണ് ഇനി ഉപയോഗിക്കാൻ പോകുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ അതിന് നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു.